നമസ്കാരം, ബഷീർ മൂർക്കനാട്, ലൈവ് മീഡിയ മൂർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്കില്ല, ട്രൈപ്പോഡില്ല, കയ്യിൽ ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല. ആക്സിഡൻ്റലി നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മളൊരു പേഷ്യൻറ്റുമായിട്ട് വന്ന സമയത്ത് അവിചാരിതമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു കൊച്ചു കടയിൽ, അതായത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡിൽ ഇവിടുന്ന് കഷ്ടി 1 കിലോമീറ്റർ ഇല്ല മെഡിക്കൽ കോളേജിലേക്ക്, അപ്പോൾ അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു കൊച്ചു കട നമുക്കിവിടെ കാണാനിടയിൽ. ആ കടയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വലിയ വലിയ ഹോട്ടലുകളിലോ 5 സ്റ്റാർ ഫുഡൊക്കെ റേറ്റ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണക്കാരുടെ ഭക്ഷണം ഒരു അമ്മ ഇവിടെ മനസ്സിന് എടുത്തുകൊണ്ട് അവരുടെ ഒരു പ്രത്യേക ചേരുവകൾ ചേർത്തുകൊണ്ട് കപ്പ, മുതിര, കഞ്ഞി എന്നിവ ഇവിടെ നമുക്ക് വേണ്ടി വിളമ്പുന്നുണ്ട്. വലിയൊരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സായിട്ടോ ഒന്നുമല്ല, നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അവർ നമുക്ക് ഇത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. കാരണം അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന തെരുവ് കച്ചവടക്കാരും അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകാരും എന്നൊക്കെ വ്യത്യസ്തമായിട്ട് പഴയ തലമുറയുടെ ഭക്ഷണമായിരുന്ന മുതിരയും കപ്പയും കഞ്ഞിയും ചമ്മന്തിയും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിവിടെ കിട്ടും. അത് നിങ്ങളിലേക്ക് പങ്കുവച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ദുഷ്ടനായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹൈവേയിൽ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സരോജിനിയമ്മയുടെ ഈ ഒരു ഹോട്ടൽ ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. വലിയ സെറ്റപ്പുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഭക്ഷണങ്ങൾ മാത്രം ഈ ഒരു ചെറിയ പാത്രത്തിൽ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. കുറച്ച് പലഹാരങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഞ്ഞിയും തിരുവാതിര കപ്പയും മുതിരയും എന്ന് നിസ്സംശയം പറയാം. എൻ്റെ പേര് സരോജിനിയാണ്. ചേവായൂർ നങ്ങോലത്ത് കണ്ടി ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. ഞാൻ ഈ കച്ചവടം തുടങ്ങിയിട്ട് 10-20 കൊല്ലത്തോളമായി. അതിൽ 5 കൊല്ലം നമ്മളെ അയൽവാസികളൊക്കെ പുറത്താക്കി നമ്മൾ വീണ്ടും വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലമാവുന്നു. 1 കൊല്ലം കഴിഞ്ഞു. ഇപ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ചായ മാത്രമേ കടയിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ നല്ലൊരു ഭക്ഷണം അവരെ വയറ് നിറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. പൈസ എനിക്ക് തരുന്നുണ്ട്. പക്ഷേ അതിനുള്ള പൈസ ഞാൻ തുച്ഛമായ പൈസ ഒരു 50 രൂപ ഒരു പൂളിയും ഒരു കഞ്ഞിയും കൊടുത്താൽ വയറ് നിറഞ്ഞാൽ ഒരു 50 റുപ്യ ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ നമ്മൾ വലിയ വരുമാനമൊന്നുമില്ല. ഏറിപ്പോയാലും ഒരു 450 റുപ്യ എനിക്ക് കിട്ടുള്ളൂ. ഇവിടെ അധിക വരുമാനമൊന്നും കിട്ടില്ല. എന്നാലും മക്കളെ ആശ്രയമില്ലാതെ മക്കളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ഈ കച്ചവടം തുടങ്ങി. വീടിന് കടമൊക്കെ ഉണ്ട്. അത് കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ എടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾ എൻ്റെ സാധനം തിന്ന ടേസ്റ്റോട് വീണ്ടും ഇവിടെ വരും. പിന്നെ ബുദ്ധിമുട്ടാക്കലില്ല. ഞാൻ അങ്ങനെ ജീവിച്ചു പോവുക. മുതിര പുഴുങ്ങി വെച്ച ശേഷം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇഷ്ടക്കണക്കിന് വേണം. അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതേമാതിരി ഉള്ളി അരിയണം. എന്നിട്ട് തേങ്ങ ചിരവിയാണ് വെക്കുക. എന്നിട്ട് ഈ പുഴുങ്ങി വെച്ച മുതിരയിലേക്ക് നമ്മൾ ചട്ടിയിൽ അടുപ്പത്ത് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ കണ്ട സാധനം മുഴുവനും ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പിലൊക്കെ ഈ ഇതിൽ വാട്ടുക, ചെറുങ്ങനൊന്ന് വാട്ടുക. എന്നിട്ട് തേങ്ങ ഇടുക. എന്നിട്ട് ലാസ്റ്റ് മുതിര അതിലെടുത്തിട്ട് ലേശം വെച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊണ്ടെടുത്ത് വെച്ചാൽ അതായി. അതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ചെറുപയർ, പൂള, ചേമ്പ്, കാവുത്ത്, പിന്നെ പച്ചക്കായ, അതിൽ പച്ചമുളക്, തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഈ കണ്ട സാധനങ്ങളൊക്കെ അരച്ച് ചേർത്ത് ലാസ്റ്റ് വറവിട്ടെടുക്കുന്നതാണ്. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വറവിട്ടെടുക്കുന്നതാണ് ഈ തിരുവാതിരക്കൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ഒരു വലിയ സെറ്റപ്പൊന്നും നമ്മുടെ സരോജിനിയമ്മയുടെ ഹോട്ടലിലില്ല. എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ചൊക്കെ ഭംഗിയായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സരോജിനിയമ്മ. എന്തായാലും ഈ വഴി വരുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് കയറിയിട്ട് ഈ ഒരു ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ 400 രൂപയൊക്കെയാണ് ഒരു ദിവസം ഇവർക്ക് വരുമാനമായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ
സരോജിനിയമ്മയ്ക്കും ഭേദപ്പെട്ട ഒരു വരുമാനം ഈ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനിവിടെ സാധാരണ ഒത്തി ചായ കുടിക്കുന്ന ആളാണ്. ലഘുഭക്ഷണമേ കഴിക്കുള്ളൂ. എന്തായാലും ഒരു 11 മണിക്കാണ് ഞാൻ ഇതിൽ പോകല്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ നിൽക്കുക. ഒരു കട്ടൻ ചായ കുടിക്കും, ചിലപ്പോൾ ഒരു കടലമുട്ട അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിക്കുക. നല്ല ചായയാണ്, നല്ലതാണ്. നല്ല ഇവർ തുടങ്ങിയ ടൈമിൽ തന്നെ ഉണ്ട് ഇവിടെ. അതിന് മുമ്പേ ഉണ്ട്, ഇതിന് മുമ്പ് വേറൊരു പാർട്ടി. അങ്ങനെ സമയത്താണ് ഇവിടെ വന്ന് ചായ കുടിക്കും. ഇവരും നല്ല സമീപനമാണ് കേട്ടോ. നമ്മൾ എല്ലാവരോടും ഇവിടെ കടയിൽ വരുന്ന എല്ലാ ആളുകളായിട്ടും നല്ല സമീപനമാണ്. പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കാം, ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയും നോക്കുന്നത്. എൻ്റെ പേര് അരുണാണ്. അരുൺ നമ്മളെ സരോജിനമ്മയുടെ ഈ ഒരു കൊച്ചു കടയിൽ വന്ന് കഴിക്കുമ്പോൾ അരുൺ എന്താണ് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനിതിലങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ്. നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കില്ലേ, നമുക്ക് നമ്മളെ അമ്മയൊക്കെ കൊണ്ട് തരില്ലേ ഭക്ഷണം തരുന്ന അതേ ഒരു ഫീലിംഗ് ഉള്ളത് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ. നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ മുമ്പ് ഇവിടെ വരും, നമ്മൾ തോളിലൊക്കെ കൈ വെക്കും, ഓരോ കഥകൾ ചോദിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കും. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഉപരിയായിട്ട് നമുക്ക് അമ്മയോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതാണ് ഇവിടെ. ഒരു എന്താ പറയുക, നമുക്കൊരു പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഫീലില്ല ഇവിടെ. നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു ഫീലിലാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അടിപൊളിയാണ്. എപ്പോഴും വരാറുണ്ട് ഇവിടെ? ഞാൻ സ്ഥിരമായിട്ട് വരലുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ടില്ല. എന്തായാലും ഒഴിവ് കിട്ടുമ്പോൾ ഇതിൽ പോകുമ്പോൾ, എൻ്റെ വീട് പാലാഴിയാണ്, ഏരിമത്തിലാണ്. ഇതിൽ ഒഴിവ് കിട്ടുമ്പോൾ ഇതിൽ പോകുമ്പോൾ ഇവിടെ കഴിക്കാനുണ്ട്. ചേച്ചിൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. മുതിര എന്ന് പറഞ്ഞാൽ പണ്ട് നല്ല പഴമക്കാരായുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ശരീരത്തിന് നല്ല സാധനമാണ്. ചില ആൾക്കാർ പറയും ചൂടത്ത് മുതിര കഴിക്കരുതെന്നാണ് പറയൽ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി സാധനം. ഞാൻ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നതാണ്. നല്ല വെള്ളം കുടിച്ചാൽ മതി. ആരോഗ്യം എപ്പോഴും നല്ല സ്ട്രോങ് ആയിരിക്കും. മുതിരയും കഞ്ഞിയാണ് ഇവിടുന്ന് കഴിക്കൽ. അപ്പോൾ കഞ്ഞിയാണ് കഴിക്കില്ല, മുതിര മാത്രമേ കഴിക്കൂ. കപ്പയും കഞ്ഞിയും മുതിരയും അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഞാൻ കപ്പ കഴിക്കാറുണ്ട്, ഇന്ന് കപ്പ കഴിച്ചില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റിലാണ്, അപ്പോൾ അതുകൊണ്ട് മുതിര മാത്രമേ കഴിക്കുന്നത്. കപ്പ അടിപൊളി കപ്പയാണ്, തിരുവാതിര കപ്പ. നല്ല എന്താ പറയുക, അതിന് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ല അതല്ല, അത് വീഡിയോ എടുക്കണം. അപ്പോൾ ഇത്രയും ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ഈ തിരുവാതിരക്കപ്പയും മുതിരയും കഞ്ഞിയൊക്കെ കഴിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇത് കഴിച്ചിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. സാധാരണ കഞ്ഞി നല്ല പൊടിയരി കഞ്ഞിയാണ്. അതേപോലെ തന്നെ മുതിര ഒന്ന് ടേസ്റ്റ് ചെയ്തു, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ എല്ലാ ഫ്ലേവറും അവരാ ചേർത്തിട്ടുള്ള മസാലയുടെ എല്ലാ ഫ്ലേവറും അതിനകത്ത് വരുന്നുണ്ട്. വെറൈറ്റി ടേസ്റ്റ്, സൂപ്പർ. പിന്നെ നമ്മൾ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞു തിരുവാതിര കപ്പ. സത്യം പറഞ്ഞാൽ ആ പേര് തന്നെ ആദ്യമായിട്ടായിരുന്നു കേൾക്കുന്നത് കേട്ടോ. 15ലധികം ചേരുവകൾ ചേർത്തുകൊണ്ടാണ് ഈ തിരുവാതിര കപ്പ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ തിരുവാതിര കപ്പയാണ് ഞാൻ ടേസ്റ്റ് ചെയ്തത്. അടിപൊളിയാണ് എല്ലാം. ആ ഒരു നമ്മുടെ സരോജിനമ്മ പറഞ്ഞ ആ ഒരു ഫ്ലേവറിൻ്റെ എല്ലാ ഒരു ടേസ്റ്റും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്. ഞാൻ കഴിച്ചു തീർക്കട്ടെ. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ചെറിയൊരു കടയാണ്. ഈ കടക്കകത്ത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ, അതും അമ്മ വീട്ടിലുണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നത്. സരോജിനി അമ്മ എന്നാണ് അവരുടെ പേര് കേട്ടോ. ഭർത്താവൊന്നുമില്ല അവർക്ക്, മക്കളുടെ ഒന്നും സഹായമില്ല. അത് അവർ സ്വയം വരുമാനം കണ്ടെത്തി ജീവിക്കാനുള്ള പെടാപ്പാടിലാണ്. ഒരുപാട് ഐറ്റംസുകളൊന്നും അവരുടെ അടുത്ത് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളത് അവർ വീട്ടിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നവരും അവിടുന്ന് തിരിച്ചു വരുന്നവരൊക്കെ തന്നെ ഇവിടെ ഈ സരോജിനമ്മയുടെ ഈ ചെറിയ കടയിൽ കയറിയിട്ട് ഒന്നുകിൽ കഞ്ഞി കുടിക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മുതിരയുണ്ട്, കപ്പയുണ്ട്. കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. തിരുവാതിര കപ്പാണെന്ന് തന്നെ അറിയപ്പെടുക. സാധാരണ നമ്മളെ കപ്പ പുഴുക്ക് കൊടുന്ന് വെച്ചിരുന്ന പോലെയല്ല അത്. തിരുവാതിര കപ്പ എന്നാണ് അതിന് അവർ പറയുന്നത്. അതിനകത്ത് ഒരുപാട് ചേരുവകൾ ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റംസ് ഞാൻ പറയുകയാണ്. കഞ്ഞി ഇവിടുന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. കഞ്ഞിയുടെ സ്പെഷ്യൽ കൂട്ടാനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിര കപ്പ
ഇത് മൂന്നും നിങ്ങൾ ഇവിടെ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾക്ക് ഈ പരാതി പറയാം. ഞാൻ ഗ്യാരണ്ടി പറയണം. തീർച്ചയായിട്ടും ഈ വഴി പോകുന്നവർ ഒന്നിവിടെ കയറിയിട്ട് സരോജിനമ്മയുടെ കടയിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനൊന്നുള്ള സ്ഥലമൊന്നുമില്ല. വളരെ കുറച്ച് പേർക്ക് ഒരു 6-7 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പോകണം. ഒപ്പം സരോജിനി അമ്മക്കും ഇത് വളരെ ഒരു നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്ന ഈ ഒരു അമ്മയ്ക്ക് ഇത് വളരെ ഒരു ഉപകാരമാവും. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ സന്ദർശിക്കണം, ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം.